യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ വാഗ്ദത്ത വചനം സുഭാഷിതങ്ങൾ 24:11 കൊലയ്ക്ക് കൊണ്ടുപോകുന്നവരെ മോചിപ്പിക്കുക, കൊലക്കളത്തിലേക്ക് വലിച്ച് ഇഴക്കപ്പെടുന്നവരെ രക്ഷിക്കുക. പ്രിയമുള്ളവരെ, ഇവിടെ അർത്ഥമാക്കുന്നത് മറ്റൊന്നുമല്ല കേട്ടോ, അന്യായമായി മരണത്തിലേക്ക് നയിക്കപ്പെടുന്നവരെയോ അതിലപ്പുറമായിട്ടും തെറ്റിദ്ധരിച്ചുകൊണ്ടോ അല്ലാതെയോ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ, പീഡിപ്പിക്കപ്പെടുന്ന വ്യക്തികൾ. അതുപോലെ തന്നെ ചില മക്കൾ തെറ്റിദ്ധാരണ നിമിത്തമായിട്ട് ആത്മീയമായി ദുർവ്യാഖ്യാനം ചെയ്ത് പാപത്തിൽ വീഴുന്ന മക്കൾ, അല്ലെങ്കിൽ തെറ്റായ ബോധ്യം കിട്ടി തെറ്റായ ധാരണയിൽ കുടുങ്ങിപ്പോയി ജീവിക്കുന്ന മക്കൾ, അതായത് തെറ്റിദ്ധരിക്കപ്പെടുന്നൊരവസ്ഥയിൽ കടന്നു പോകുന്ന, അറിഞ്ഞോ അറിയാതെയോ അവസ്ഥയിലാകുന്ന വ്യക്തികളെ നമ്മൾ രക്ഷിക്കണമെന്നാണ് പറയുന്നത്. അവരെ രക്ഷിക്കുവാൻ അവരെ തെറ്റായ ധാരണയോ പ്രത്യേക സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിനോ അവരെയൊക്കെ നമ്മൾ സജീവമായി രക്ഷിക്കുവാൻ വേണ്ടി നാം ഇടപെടുക എന്നത് ഒരു ദൈവിക കടമയാണ്. ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണത്? പലതരത്തിലും തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ നിഷ്കളങ്കരായവരോ അല്ലെങ്കിൽ വഞ്ചനയിൽപ്പെട്ടവരോ ചതിയിൽപ്പെട്ടവരോ അവരൊക്കെ ശിക്ഷ അനുഭവിക്കാതെ അവർ പക്ഷം നിൽക്കണമെന്നും അവരെ സഹായിക്കുവാൻ നമ്മൾ പ്രയത്നിക്കണമെന്നും അതിനു വേണ്ട നടപടിയെടുക്കുവാൻ വേണ്ടിയുള്ളൊരു ദൗത്യം നമുക്കുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മളങ്ങ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു പക്ഷേ പല കാരണം കൊണ്ട് നമുക്ക് മാറി നിൽക്കാം, പല അവസരങ്ങൾക്കും മാറി നിൽക്കാം. എൻ്റെ ഉത്തരവാദിത്തമല്ല, അത് ഞാൻ ചെയ്ത് ശരിയാവത്തില്ല. പക്ഷെ ഒന്നുണ്ട്, വലിയൊരു ഉത്തരവാദിത്വമാണ് ദൈവം ഓർമ്മിപ്പിക്കുന്നത്. അതായത് സത്യം അറിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നിൽക്കാതെ അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടുന്നവർ രക്ഷിക്കാതിരിക്കുമ്പോൾ നമുക്കതിനൊരു ന്യായീകരണമില്ല. എന്നാൽ ദൈവം നമ്മുടെ ഹൃദയത്തെ കാണുന്നുണ്ട്. ദുർബലരെ സഹായിക്കുന്നതിൽ പരാജയപ്പെടരുത്, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അടിച്ചമർത്തപ്പെട്ടവരോട് അവർക്ക് നീതിക്ക് നമ്മൾ പ്രയത്നിക്കണമെന്നാണ് പറയുന്നത്. ഒരു അനീതി കാണുമ്പോൾ, തെറ്റ് കാണുമ്പോൾ ഒരു നിരീക്ഷകൻ മാത്രമായി മാറരുത്. നിരീക്ഷിക്കാൻ മാത്രമല്ല, ഇടപെടാൻ വേണ്ടി ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ വചനഭാഗം വലിയൊരു ഉത്തരവാദിത്വം നമ്മെ ബോധിപ്പിക്കുന്നത്. പല കാരണത്താൽ ഇന്നസെൻ്റായ വ്യക്തികൾ ശിക്ഷിക്കപ്പെടുകയോ ഏതെങ്കിലും തെറ്റകപ്പെടുകയോ ചെയ്യുമ്പോൾ ഒരു നിരീക്ഷകനിൽ മാത്രം ഞാൻ നോക്കി നിൽക്കാതെ അവരുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അവരെ രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ രക്ഷിക്കുന്ന നമ്മുടെ മനസ്സ് കാണുന്ന കർത്താവ് തീർച്ചയായിട്ടും നമ്മെ അനുഗ്രഹിക്കും. എങ്കിൽ എനിക്ക് പറ്റത്തില്ല, ഇടപെടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാറി നിൽക്കുമ്പോൾ ഹൃദയം കാണുന്ന കർത്താവ് നിന്നെ വിധിക്കും. ദൈവം തീർച്ചയായിട്ടും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രവാചക ദൗത്യം പോലെ മറ്റുള്ളവരെ രക്ഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ നിയോഗങ്ങൾ വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിക്കാം. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ ശംശായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.